नमस्ते का स्वागत है आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए भरतनाट्यम 2 मूवी का रिएक्शन। तो यार इसका जो फर्स्ट पार्ट था ना उसमें स्टार्ट थोड़ी सी स्लो थी, बट इसका तो स्टार्ट से ही इसको बहुत ही मजेदार बनाया गया। बिल्कुल क्रेजी मूवी लग रही है। अब मुझे नहीं समझ आ रहा ये लोग क्या करेंगे आगे। देखते हैं फिर, आप भी देखो हम देखते हैं। लेट्स स्टार्ट। अंकल के कांड पे कांड निकलते जा रहे। അയ്യാടെ ഒരു നോട്ടം ആരാത് അച്ഛന്റെ വകയിലേതൊരു കൂട്ടുകാരനാ. देखो नहीं जानती आंटी। മോഹിനീശ്വരി अपनी माँ के ऊपर उन्हें टेम्पल बनवा दिया। അമ്മയ്ക്ക് അച്ഛനോടുള്ള वाह ദേഷ്യം अंकल। പൊറുക്കാൻ പറ്റുന്ന ഒന്നുമല്ല ചെയ്തത് എന്നാലും അങ്ങ് പോയില്ലേടാ अंकल तो कमाल के തെറ്റല്ലേ मिस्टेक चिन्ना मिस्टेक। मिस्टेक। ഒരു നാടിനെ മുഴുവൻ हाँ यस जी। അങ്ങനെയാണ് പറഞ്ഞിട്ട് പോയെ. അച്ഛനാണ് തുടങ്ങിയതെങ്കിൽ ഈ പൂജയും വഴിപാടൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കായിരുന്നു. खतरनाक पूजा बनाई। മരിച്ച് മണ്ണടിച്ചാൽ ഇയാള് അതുകൊണ്ട് അയാൾ പറയുന്നതായിട്ട് നമ്മൾ ആരും തുള്ളണ്ടെന്ന എന്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഈ കമ്മിറ്റിക്കാരെന്നൊക്കെ പറയുമ്പോ ആ ബേബി ഒക്കെ ഇല്ലേ, അപ്പൊ അയാളുടെ അടുത്തൊന്ന് ചോദിച്ചാ പോരെ? അയ്യോ വേണ്ട മോനെ, ഇപ്പൊ ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട. അതെ, ഈ കോവിന്ദിന് എന്തെങ്കിലും ചില്ലറ കിട്ടാൻ വേണ്ടി നമുക്ക് നേരെ എറിഞ്ഞാണെങ്കിലോ അങ്ങനെ ഒരാൾ വന്നിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല, നമുക്ക് മാറ്റുന്ന വീട്ടിൽ പോവാം. ഒന്ന് പോയി അവിടുന്ന്. ഇങ്ങനെ എടുത്ത പിടിച്ചോന്ന് ചോദിച്ചാൽ എന്റെ പ്ലാൻ ഒന്നും ഒന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചിട്ട് എവിടെ വരെ പോകും ശശിയേട്ടാ? അല്ല ചോദിച്ചതാ. കൊടുത്ത ചില്ലറ കിട്ടണ ഏതെങ്കിലും സ്ഥലത്തിന്റെ മുകളിലായിരിക്കുമല്ലോ ശശിയേട്ടന്റെ ആലോചന വന്ന് നിൽക്കുക. ओह सवाल आ रहे हैं इनके डिसीजन पे। സെറ്റിൽ ചെയ്ത് വിടുന്ന പോലെ ഞങ്ങളെയും കൂടെ വല്ലപ്പോഴും आउटसाइडर्स बोल दिया इनको। ഞാനൊന്നും നിങ്ങളുടെ കണ്ണിൽ പോലും പെടുന്നില്ല എന്നൊരു എനിക്ക് തോന്നി തുടങ്ങി. अरे നീ यार ഇത് എങ്ങോട്ടേ പറഞ്ഞു പോന്നെ ഞാൻ പറയണോ उन्हें चाहिए लैंड देना था तो मुझे देना था, ना कि ऐसे कोई आया हुआ है। और इनका क्यों हिस्सा बनेगा भाई? वो उसकी बीवी है। इनका भी तो बनता है ना, फैमिली मेंबर ही है भी। दामाद है वो यहाँ का। बेचारी आंटी। वॉइस मैसेज। കിടന്നോ? हैव यू गॉन टू बेड? ഞാൻ പറഞ്ഞ കാര്യത്തെ കുറിച്ച് എല്ലാവരുമായിട്ട് ചർച്ച कितना നടക്കുന്നുണ്ടല്ലോ. अनोइंग है। हाँ वो बात होगी कि नहीं हुई? വീടോ ഇതൊക്കെ ഇപ്പൊ കൊടുത്തില്ലെങ്കിലേ ജീവിതം മൊത്തത്തിൽ ഇരുട്ടിലാവും. എന്റേത് വൈകിട്ട് എത്തിക്കാം. സത്യേട്ടന്റെ കാര്യത്തിൽ ഗ്യാരണ്ടി ഒന്നുമില്ല. तो ആൾക്ക് इनका സ്ട്രെസ് എടുക്കാൻ शेयर വയ്യെന്നാ कैसे है? പറഞ്ഞത്. तो स्टार्ट तो 2 लोगों ने किया था। ये सब कमेटी मेंबर्स खा रहे हैं ना उससे। ഷെയറിടാതെ മുങ്ങാനാണ് പ്ലാനെങ്കിൽ ഞാൻ പൂട്ടുവേ. അത് ആരായാലും ഗോവിന്ദ, നമുക്ക് ഈ മോഹൻദാസിനോടെ വെറും അറിയാം. എടാ, ഈ പഴയ പ്രതാപമൊന്നും ഇപ്പൊ ഇല്ലല്ലോ. ഭണ്ഡാരത്തിലാണെങ്കിൽ കാര്യമായ വരവൊന്നുമില്ല. അങ്ങനെ ഇങ്ങനെ വല്ലതും കിട്ടുന്നതാണെങ്കിലോ അത് ഈ ഐതിഹ്യത്തിന്റെ പേരുള്ള മിക്സ്ചർ, buttermilk. അതാ വഴിക്ക് അങ്ങനെ പോയി കിട്ടുകയും ചെയ്യും. മാത്രമല്ല ഇപ്പൊ പണ്ടത്തെ പോലെ मोनोपोली नहीं अरे है। ओ പിന്നെ ചോറൂണ്, വാഹന പൂജ, കല്യാണം ഇതൊക്കെ കോമ്പറ്റീഷൻ Competing temples। ഈ ജോലി പ്രേമമൊക്കെ സെറ്റപ്പ് ആക്കി തരുമെന്ന് ചോദിച്ചു വരുന്ന അയ്യോ പാവങ്ങളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ये क्या सुन रहा हूँ मैं? चाबी उन्होंने पहन ली। ഒരാള് പോലും നമുക്ക് प्रीमियम ഇവിടെ. डिवोटी। അതുകൊണ്ട് ബേബി പറഞ്ഞ പോലെ നിനക്കൊക്കെ പോവാ, കെട്ടിപ്പറക്കി പോവാൻ നിനക്കൊക്കെ വേറെ നാടുണ്ടല്ലോ. ഇത് എന്റെ നാടാ. ആയ കാലത്ത് ഭണ്ഡാരം തുറന്നുണ്ടാക്കിയത് വെച്ച് നീയൊക്കെ മക്കളെ പഠിപ്പിച്ചും നാട്ടിൽ സ്വത്തുണ്ടാക്കി കൂടിയപ്പോഴേ ഞാൻ മൊത്തം ഇറക്കിയത് ഇവിടെയാ എന്ന് വെച്ച് ഞാൻ ആണെങ്കിലേ ഒറ്റയ്ക്ക് പറ്റത്തില്ല എന്ന് മനസ്സിലായോ? सारा काला धन बाहर निकलेगा। ഇനി ഫണ്ട് അറേഞ്ച് ആയില്ലെങ്കിൽ നമുക്ക് മുന്നിൽ വേറെ चलो भारतन के ऊपर पूरा इल्जाम। बोलो तो वो पैसे ले लिए उसका क्या? अरे अभी भी लोग कर रहे हैं वो वो उसकी चीजें। मान्यता ही यही है। क्या स्कैम बिठा रखा है। ये मुझे लगता है मूवी का कोई ना कोई राइटर तो एथिस्ट था, हाँ क्योंकि ये पार्ट 1 में भी थोड़ा हमने देखा था। वो समझ रहे हैं कि क्या क्या हो रहा है। हाँ काफी लोग आ रहे हैं पर। हाँ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്കിത് ഭരതൻ നായരുടെ മണ്ടയിലിട്ടിട്ട് മാപ്പ് സാക്ഷിയാവാം. നാട്ടുകാരെ പറ്റിച്ച കൂട്ടത്തിൽ നമ്മളെ പറ്റിച്ചെന്ന് പറഞ്ഞാൽ പോലെ. അയാളുടെ പേരിൽ അനുശോചന യോഗം തീരുമാനിച്ചത് താൻ തന്നെയല്ലേ? പുള്ളി അങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കുമ്പോൾ ഒരു പണി അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ കത്തി കയറിക്കോളും. അപ്പൊ അതിന്റെ സൈഡിൽ കൂടെ നമുക്കൊന്ന് സ്കൂട്ടാവാം. അങ്ങനെയൊക്കെ വേണോ? വേണം. कुछ भी करेंगे। നിങ്ങൾ ചെന്നാ സത്യനോടെ വച്ച കരള് വിറ്റിട്ടായാലും 2 ദിവസത്തിനുള്ളിൽ കാശും കൊണ്ടുവരാം. You liver? ഇവിടെ ആർക്കും ഒരു അളവൊന്നുമില്ല. പൊക്കോ. को 65 लाख का उनका लीवर लगा है तो 20 में तो बिक ही जाएगा। क्या चल रहा है ये? वापस वॉइस नोट आया है क्या? ആ രുക്മിണിയമ്മേ, ഞാൻ
പറഞ്ഞ കാര്യത്തെ കുറിച്ച് എല്ലാരും ആ നമ്പർ സേവ് ചെയ്തേക്ക്. വല്ല വിളിയും വന്നാ എടുക്കണ്ട. തെണ്ടി. തെണ്ടി. वो घर आ जाएगा. തേങ്ങ കിട്ടില്ലേ? ചുമ്മാ തൊഴുതേച്ച് പോവാതെ എന്തെങ്കിലും ചില്ലറയും കൂടെ ഇട്ടിട്ട് പോയ ശശി. നമ്മുടെ പ്രതാപകാലത്തായിരുന്നു ഇതിലൂടെയുള്ള ട്രാൻസാക്ഷൻ ഒക്കെ. Transactions. ഇനി നിങ്ങളൊക്കെ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കും. सिक्को से क्या ही हो जाएगा. അപ്പൊ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കുണ്ടല്ലോ അല്ലേ? എപ്പോ എത്ര നാൾ അങ്ങോട്ടേക്ക് പറയാം. അല്ല ഇനിയിപ്പോ പെട്ടെന്ന് തീരുമാനമായി കഴിഞ്ഞാൽ ഞാൻ വരുന്നവരെ കാക്കണമെന്നില്ല. നൈസായിട്ട് ഇതിലോട്ടൊന്ന് തട്ടിയാൽ മതി. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇതിന് എന്ന് പറയാൻ തമ്പുരാൻ. തനിക്ക് ആവശ്യത്തിന് कैसा आदमी है. പാവങ്ങൾ എന്തിനാ ഊറ്റാൻ നിക്കണേ? ഏജൻസിക്ക് കൊടുക്കാനെന്ന് പറഞ്ഞ് താൻ വാങ്ങിച്ചെടുത്ത കാശിന്റെ പകുതി പോലും അവർക്ക് കൊടുത്തില്ല. അവര് കൈയൊഴിഞ്ഞു. ओ एजेंसी को आधा पैसा ही दिया था इसने तो. ഉത്തരവാദിത്വമെങ്കിലും കാണിക്കും. कौन सी एजेंसी. തോന്നിയാസം പറഞ്ഞാലേ ചവിട്ടി जिसमें इसकी എല്ലോടിക്കും. बेटी को भेजा था. ഏജൻസി പറഞ്ഞ കഥയല്ലേ? കയറ്റി വിട്ട എനിക്ക് ഒന്നിറങ്ങി അന്വേഷിച്ചു നോക്കും നിന്റെ മകൾക്ക് അവിടെ വല്ല കുറ്റിയുണ്ടോ. എടാ പ്ലാൻ ചെയ്ത് സ്കൂട്ടായതായിരിക്കും. Boyfriend. ये ऐसे ही करते हैं जवान लड़कियों के लिए. സേഫ് എന്ന് അവർക്ക് തോന്നി കാണും. നീയൊക്കെ ഇവിടെ പട്ടിയെ പോലെ കിടന്ന് കരഞ്ഞു മെഴുകുന്നല്ലാതെ അവിടെ ചെന്ന് അന്വേഷിച്ചെത്താനുള്ള വക്കില്ലാന്ന് അവർക്കറിയാം. കുറച്ച് ദിവസം കൂടി നോക്കും. അതിനിടയ്ക്ക് എന്റെ മോളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയില്ല. Then നീ എന്തിയോടെ നാറി? എന്റെ രോമത്തിൽ പോലും നിനക്ക് തൊടാൻ പറ്റില്ല. മനസ്സിലായോ? ये तो बहुत घटिया आदमी है यार. बहुत ज्यादा. कैसा आदमी है ये. ശശിയേട്ടാ ദേ ശശിധരൻ തൃക്കണ്ട. शशिधरन. इनका नाम क्यों है. സരസ്വതി. सरस्वती. हाँ? ശ്രീലത. श्रीलता. शांति. ഭാഗ്യമൊന്നുമില്ല. ये क्या हो रहा है? इन्होंने ऑफर तो किया ही नहीं था. अब क्या पढ़ लिया? कोई बड़ा नाम लिखा हुआ लग रहा है. ये तो आंटी है. What? ये देवी है क्या? इन्होंने ये बताया है कि ये देवी है. श्री मोहिनी देवी टेम्पल. अच्छा, अपनी माँ का नाम अपनी फर्स्ट बेबी की फोटो और मंदिर बन गया. अच्छा. ये खुद बोलो चल इतना के आई अच्छा है. कर दे कि देवी जी आ गए. साक्षात्कार हो गया. स्कैमर स्कैमर स्कैमर. अंकल തന്നെ നല്ല പരിചയവും ഒരുപാട് അടുപ്പമുള്ള പോലെ തോന്നി. देखा हुआ है कहीं ना कहीं. इन्हीं देवी को देखा था. वाओ. അവിടെ അമ്പലത്തിൽ ചെന്ന് കണ്ടതും പിന്നത്തെ ഇതും ഇനി ഇത് തള്ളിക്കളയണേ. നമുക്കച്ഛനെ അത്ര വിശ്വാസമായിരിക്കും. ब्लाइंड ट्रस्ट. അതിപ്പോ തള്ളിക്കളയണ്ട. ഈ വക സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴാ വരണം. അതും ഏയുടെ സഹായം കൊണ്ട്. ഇതൊന്നും AI. ഇല്ലാതിരുന്ന കാലത്ത് അച്ഛൻ ഇമാതിരി പണി हाँ तभी कर लिया था डैड ने. ഈ പെരുമ പറയുന്ന കേട്ടാത്തോന്ന് നിന്റെ അച്ഛൻ കാലത്തിന് മുമ്പേ കമലഹാസനാണെന്ന്. അമ്മോടനെ കൊണ്ട് എന്തായെന്ന് ചോദിച്ചു ഈ രുക്മിണിയമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. ब्लॉक कर दो उसको. പറഞ്ഞ് ഞങ്ങളെ ഉറപ്പിച്ചായിരുന്നു. ബേബിയേട്ടനെ വിളിക്കുന്നതിൽ തെറ്റില്ല. കാര്യങ്ങൾ करो फोन बेबी को फोन कर. അയ്യോ ശശി അത് വേണ്ട. कर लो. അവരെല്ലാം ഭയങ്കര പ്രശ്നക്കാരാ. हाँ. പണ്ട് അമ്പലത്തിനും അച്ഛനൊരു 30 ലക്ഷം ഉറുപ്പ്യ എവിടെന്നല്ലോ ഒപ്പിച്ച് കൊടുത്തിനേനു. അതിന്റെ പുറത്ത് പിന്നെ കേസും കൂട്ടുമായി. അങ്ങനെയാ പിന്നെ നമ്മള് വീട് വിട്ടിട്ട് ओह पहले ही 30 लाख गवा भी चुके अंकल. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോ ഇതൊക്കെ മനസ്സിൽ വെച്ച് നിങ്ങൾ ഇത്ര നാളും മിണ്ടാതിരിക്കായിരുന്നോ? ഞാൻ എന്താ ചെയ്യാ? എന്റെ കയ്യില് തെളിവൊന്നുമില്ലല്ലോ. ഇവിടെ ഇപ്പൊ നടക്കുന്നെല്ലാം വെച്ച് എന്റെ ഒരു തോന്നലാ. എടാ ശശി, നാളെ അവര് വരുമ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഞാനായിട്ടൊരു തീരുമാനം എടുത്തിട്ട് ഇവിടെ ആർക്കും ഒരു വിഷമം ഉണ്ടാവണ്ട. ഞാൻ അങ്ങനെ പറഞ്ഞത് ശശിയേട്ടന് നല്ലോണം ഫീൽ ആയി ഉണ്ടാവല്ലേ? फील तो हुआ ही होगा. ശശിയേട്ടന് മാത്രമല്ല എല്ലാവർക്കും. എല്ലാവർക്കും. സഹായിക്കണോ ഇല്ല. നമ്മുടെ വിഷമങ്ങളും കൂടെ അവർ സിമ്പിളായിട്ട് എടുക്കണ കാണുമ്പോഴാണ് കൂടുതൽ പൊളിയാണ്. ആ ഒരു ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ. ऐसा नहीं है, इनकी केयर नहीं है. വരുമ്പോ എന്താ പറയാ? എല്ലാം കൂടെ അടപടൽ അടിച്ചോണ്ട് പോകാണ്ടിരുന്നാ മതിയായിരുന്നു. ओह सब जाग रहे हैं. सब डरे हुए और जाग रहे हैं. किसी को नींद नहीं आ पा रही. कल क्या डिसीजन लेंगे? तेरे हिसाब से क्या डिसीजन लेना चाहिए? भाई बेइज्जती कर दो. बर्तन पे. हाँ बर्तन नॉट बर्तन. സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങിക്കൂടെ? किससे बात कर रहे എന്തൊരു ബഹളായിരുന്നു ഇന്നലെ രാത്രി. हो? आई എന്താടാ വിശന്നിട്ടാണോ? कितना छोटा है ये.
സിംബ ബിസ്ക്കറ്റ് തീർന്നതാ, നേരം വെളുത്തിട്ട് വാങ്ങിച്ചു തരാം കേട്ടോ. उसको भूख लगी है. വാശിയാണോ? എന്താ ഇതിന്? അത് മറന്നുപോയി. I forgot. तो इतना शौक क्यों गए? ഇഡലി ഉണ്ടാക്കാന്ന് വെച്ചിട്ടാ. इडली. ഇന്നത്തെ മാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. Yesterday is better. हाँ तो वो चल जाता है फ्रिज में से, खराब नहीं होता वो अच्छा वो देख को नहीं पसंद आया. यार ये क्या आदमी और इतने नेगेटिव रोल्स क्यों करते हैं ഗോതമ്പ് ദോശ ഉണ്ടാക്കാം. क्या हो गया? इन्होंने चाबी निकाली है. किचन लॉक कर रहे? നിങ്ങൾ ഈ പട്ടിക്ക് കൊടുക്കണ പരിഗണനയുടെ ഒരംശമെങ്കിലും എനിക്ക് തന്നൂടെ? പട്ടിയല്ല, സിംബ. അവൻ അങ്ങനെ വിളിച്ചാ മതി. वो घर में डॉग की ज्यादा इज्जत है, इनकी कम है. പാപ്പാ മാമ ये क्या वॉक करने का तरीका? മാമൻ പറഞ്ഞതിനെ പറ്റി ഞാൻ ആലോചിച്ചുട്ടാ. ये ना बाप बेटे हैं ये लोग. परेड है. അവന്മാരനെ ഈസിയായിട്ട് വെക്കുന്നത് ഇത്ര പെട്ടെന്ന് രക്ഷപ്പെടാൻ മറുകണ്ഠം ചാടണമെങ്കിൽ ആ ചാട്ടം പെട്ടെന്നായിക്കോട്ടെ ഞാൻ വിചാരിച്ചു. കാലി മറുപടി ഇല്ലാണ്ട നാളെ കഴിഞ്ഞ് आ മെറ്റീരിയൽസ്. गए. മാമൻ അങ്ങോട്ടാണോ? ഞാനും വരാം. ഇടയ്ക്ക് കണ്ടെന്നല്ലാതെ ഇതുവരെ പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. ആ എന്നാ പരിചയപ്പെടണ്ട, അത്ര നല്ല ആൾക്കാരല്ല, നീ വിട്ടോ. They are not nice people. अपने आप को देखा है अंकल? शीशा दूं? First floor for rent. Exhale. Inhale. What? ऐसे knock नहीं दादी किया. शेविंग कर रही थी कि ब्रश कर रही അതിലൊക്കെ थी? ഇങ്ങനെ തുറന്നിട്ടാൽ കള്ളന്മാരാരെയും കയറത്തില്ല. എന്തായി, ചർച്ചയൊക്കെ ചെയ്ത് തീരുമാനത്തിലെത്തിയോ? അല്ല ഗോവിന്ദ, അങ്ങനെ 1-2 ദിവസം കൊണ്ട് തീരുമാനത്തിലെത്താൻ പറ്റിയ ഒരു കാര്യമല്ലല്ലോ ഇത്. അല്ല, പക്ഷെ നമുക്ക് സമയമില്ലല്ലോ. അപ്പൊ എന്താ ചെയ്യാ? ये क्या करने आए हैं? ब्रेकफास्ट करने आए ചുരുങ്ങിയ हैं? ദിവസം കൊണ്ട് ഇത്രയും വലിയ തുക തരാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. എന്നാ പിന്നെ നമുക്ക് മറ്റേ ഓപ്ഷൻ നോക്കിയാലോ? അതെന്തായാലും വേണ്ട. अम्मा നിങ്ങളിപ്പോ ചെല്ലാൻ നോക്ക്, നമുക്കിത് പിന്നെ സംസാരിക്കാം. ചർച്ചകളൊക്കെ എപ്പോഴും വെളുപ്പാങ്കാലത്താക്കുന്നതാണ് നല്ലത്. ഇടയെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ ദിവസം ഒന്ന് പോകും. അതുകൊണ്ടല്ല, അല്ലെങ്കിലും സംസാരം നമ്മൾ തമ്മിലാണല്ലോ. Date है ये. നിങ്ങളും മൂപ്പരും തമ്മിലുള്ള ഒരു ഇടപാടും എനക്കറിയില്ല. ആകെ കൂടെ ഒരു വാടക വീട നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയത്. അതുകൊണ്ട് നിങ്ങളീ പറയുന്നതിന്റെ 10-1 തരാൻ പോലും എനിക്ക് യാതൊരു നിവൃത്തിയുമില്ല. അതിനിപ്പൊ നിങ്ങൾ വാടക വീട്ടിലല്ലല്ലോ. അത് ഇവരെല്ലാം കൂടെ എനിക്ക് തന്നതാ. അപ്പൊ ഇവരൊക്കെ കൂടി തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കും. ഈ വീട് എത്ര കൊടുത്താ മേടിച്ചതെന്ന് എനിക്കറിയാം. ഒരാഴ്ചയല്ലേ ആയുള്ളൂ. മേടിച്ച അതേ വിലക്ക് തന്നെ വിൽപ്പിക്കാം. താൻ ഒരാളെ കൊണ്ടുവരണ്ട. ഞങ്ങൾ ഈ വീട് വാങ്ങിച്ചതേ ഇവർക്ക് താമസിക്കാനാ, അല്ലാതെ തന്റെ ഇടപാട് തീർക്കാനല്ല. രാവിലെ തന്നെ വീട്ടിൽ കയറി വന്നു. ഓ യെസ്. കിടന്ന് ചാടല്ലേ, ഒക്കത്തിനോട് മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞതാ. നിങ്ങളുടെയൊക്കെ കാരണവന്മാര് ചാകുന്നതിന് മുമ്പ് കാണിച്ച കൊള്ളരുതായ്മയ്ക്ക് ഇപ്പൊ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഉപദ്രവാവുന്നല്ലാതെ തന്നെ നമ്പന്റെ കാര്യം ഞങ്ങൾക്കില്ല. താനല്ലേ പറഞ്ഞ എന്താ തെളിവുണ്ടെന്ന് എടുത്തോടെ കാണിക്കോ. ഗോവിന്ദനെ വെറുതെ പ്രകോപിപ്പിക്കല്ലേ. ഹിസ്റ്ററി എത്രയൊന്നുമല്ല. താനും എന്റെ കൂട്ടുകാരും ചേർന്നല്ലോ ഇവരെ 30 ലക്ഷം കിട്ടിയത്. അതൊക്കെ ഞങ്ങൾ അതെ, എന്നോട് കഥ ഇറക്കാൻ നിക്കല്ലേ. അങ്ങനെയാണെങ്കിൽ എനിക്കും അറിയാം ചിലതൊക്കെ. ഭരതൻ നായർ ഈ 2 എണ്ണം ഇവിടെ കിടന്ന് ചീഞ്ഞളിയും കാണണോ? അയ്യോ ഗോവിന്ദ, ഒന്ന് ക്ഷമിക്കേ. അവിടെ എന്ത് ദേഷ്യം अത്ര പെട്ടെന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. കുറച്ചുകൂടെ സമയമെങ്കിലും താങ്കളെ. സമയം എനിക്ക് ഇല്ല പെണ്ണും പിള്ളേ. सब डबल है. അപ്പൊ ഇതാണ് ഭരതൻ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. ഭ്രാന്ത് ഭാര്യയും 4 മക്കളും. നിങ്ങളുടെ ഭ്രാന്ത് മാറിയോ? അതെന്ത് വേണോ എന്നെ വിളിച്ചോ. എനിക്കിനി പണിയെടുക്കണ്ട. ഭരതൻ നായരുടെ ഇപ്പോഴത്തെ കഥയും മസാലകളൊക്കെ ചേർത്ത് നാട്ടുകാരങ്ങ് തേച്ച് പിടിപ്പിച്ചോളൂ. പിന്നെ എല്ലാരും കൂടെ ചേർന്ന് വറുത്തെടുത്തോളൂ. ഇനിയും ഞാൻ ഒച്ച എടുത്ത് സംസാരിക്കും. നീ പോടാ, വഴി പോക്കാം. നിങ്ങൾ ഇനി ആരും എനിക്ക് 75 ലക്ഷം ഉണ്ടാക്കാൻ നിൽക്കണ്ട. സഹപ്രവർത്തകന്റെ കുടുംബമല്ലേ, ഒരു അഡ്ജസ്റ്റ്മെന്റ് വിചാരിച്ചപ്പോ നമ്മളെ കള്ളനാക്കാൻ നോക്കും.
അയാൾ പല നാട്ടിൽ പോയി നാട്ടുകാരെ പറ്റിച്ച് ये क्या करने वाली आंटी? Trap तो मारेगी और क्या? ഓരോ കുട്ടികളുണ്ടാവും ഇതുപോലെ പെങ്കിന്റെ വലിപ്പത്തിലുള്ള तो ये लोग इस स्टोरी का फायदा उठा सकते हैं। ए! ये क्या किया इन लोगों ने? उसको मेरे को लग रहा क्या कर दिया? है बांध दिया है उसको। എന്റെ കൈന്റെ വണ്ണൊന്ന് കൂട്ടി തരുമോ? അയ്യോ മോളെ, എനിക്ക് അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട്. മോള് വൈകുന്നേരം കൊടുത്താൽ ഞാൻ ചെയ്തു തരാം. അല്ല, ഇന്ന് പരീക്ഷ ഉള്ളതാ. ഈ ടൈപ്പ് വെച്ചിട്ട് എഴുതാനാവില്ല, അതുകൊണ്ടാ. इसको भी अभी चाहिए. അയ്യോ, പണിയില്ലെങ്കിൽ ഞാൻ പറയൂ, ഞാൻ ചെയ്തു തരൂലേ. ഏതാ അല്ലേ, ആന്റി ഒരു പണി ചെയ്തോ. അകത്ത് ആന്റീനെ പണിയെടുക്കട്ടെ, ഇത് ഞാൻ ചെയ്തോളാം. ए! अरे कहाँ घुस रही हो? മോളിവിടെ ഇരിക്കെ, ഞാൻ ചെയ്തോണ്ട് തരാം. ഇവിടെ തന്നെ ഇരുന്നോ. ഞാൻ ശരിയാക്കി തരാം. कितना हाई पड़ गए. इधर बैठ जा। ഇവരോട് എന്തെങ്കിലും സംസാരിച്ചിരിക്കട്ടാ. ഇപ്പൊ अरे इसके हाथ बांध दो। मैं क्यों करूँगी? हाथ बांध दो। अंदर पार्टी चल रही और वो वहाँ पे अगर सिलाई करेगी तो बात ही अलग हो जाएगी. എല്ലാരും എത്ര ദിവസം ഉണ്ടാവും ഇവിടെ? हाँ डिसाइड करेंगे कितना टाइम लगेगा. अरे उसने बाल पकड़ लिए। काट दिया. वो अपने हाथ से अपने उसको काट रही है। उससे दर्द कम लगता है कई बार. ऐसा होता है. अरे सभी काट रहे हैं. टमाटर का പാട്ട് ഭയങ്കര ലൗഡാണല്ലോ. ആ ഇവിടെ എങ്ങനെയാണ് ഇഷ്ടമുള്ള പാട്ടാണെങ്കിൽ ശബ്ദം കൂട്ടി വെക്കും. പിന്നെ എല്ലാരും കൂടി ഇവിടെ ആഘോഷമാണ്. Oh God, ये क्या chaos है भाई? ഈ പ്രദേശമൊക്കെ ഇഷ്ടായോ? ആ കൊള്ളാം, നല്ലൊരു സമാധാന അന്തരീക്ഷമുണ്ട്. ओए 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 टमाटो खा गया, सिल गया कपड़ा. भगाओ उसको अब। अरे ये मर मुरा ना जाएगा भाई। अंकल अच्छा वो सही टाइम पे निकल गए. ये आंटी तो പോയി പോയി വിട്ടോ, പോയി. लेट गो ऑफ हिम. ऊपर करना जरा. ये बच्चा भी है. I think so he is dead. मतलब सलमान खान की मूवी में होता है ना. मुझे दृश्य में याद आ रही है। ये इतने चिल क्यों आ रहे हैं? ये क्या फैमिली है यार. और लाइक कैसा सीन था ये. मतलब हमें लग रहा है ये पूरी मूवी ऐसी चलेगी कि ये विलन बन के रहेंगे और गोविंद राज को पूरे टाइम ये लोग सोचते रहेंगे क्या करे कैसे करे. बट सेकंड सीन में ही खत्म कर दिया है उसको सीधा पटाख करके. और बस ये उम्मीद करता हूँ कि वो बचे हो, पूरी तरह मरे ना हो. क्योंकि बिकॉज जैसे उसको सर घुमाया ना, ऐसा लग रहा है शायद वो चल बसे. वो भरतन अंकल इतने बड़े स्कैमर है भाई. उन्होंने क्या स्टोरी बनाई है. मतलब वो रामायण में ऐसी कोई स्टोरी भी नहीं थी और पूरी उन्होंने स्टोरी क्रिएट करी. और जब वो फोटो रिवील हुआ ना जिसमें आंटी की शक्ल थी, बाप रे बाप, हमारे गाल दुख गए हंस हंस के. वही बहुत ही फनी मूवी. आप लोग कैसा लगा आप कमेंट सेक्शन में जरूर बताएगा. जैसे लाइक करते जाए, कमेंट करते जाए, शेयर करते जाए. और सब्सक्राइब करिए. बाय.